ഈ ക്വസ്റ്റ്യൻ നോക്കാം. The Cartesian product A cross A has 9 elements, among which are found -1, 0 and 0, 1. Find the set A and the remaining elements of A cross A. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതെങ്ങനെ ചെയ്യണമെന്ന് അറിയാമോ? എ ക്രോസ് എയിൽ 9 എലമെൻ്റ് ഉണ്ട്. ഞാൻ പറയട്ടെ, അങ്ങനെയാണെങ്കിൽ എയിൽ 3 എലമെൻറ്റും വീണ്ടും ഞാൻ എഴുതാണ്. അപ്പോഴല്ലേ എ ക്രോസ് എ കാണാൻ പറ്റുന്നത്. എയിൽ 3 എലമെൻറ്റ് ആവുമ്പോഴല്ലേ എ ക്രോസ് എയിൽ 9 എലമെൻ്റ് ആവുള്ളൂ. കാരണം എ ക്രോസ് എയിലുള്ള നമ്പർ ഓഫ് എലമെൻ്റ് എന്ന് പറയുമ്പോൾ എയിലുള്ള നമ്പർ ഓഫ് എലമെൻറ്റ് ഇൻറ്റു എയിലുള്ള നമ്പർ ഓഫ് എലമെൻറ്റ് 3 × 3 9 അല്ലേ. എ തന്നെ അതിനോട് തന്നെ ക്രോസ് ചെയ്യാണ് ചെയ്യുന്നത്. എയിൽ 3 എലമെൻറ്റ് വരുമ്പോഴാണ് നമുക്ക് 9 വരുള്ളൂ എ ക്രോസ് എയിൽ. 3 × 3 9. ഓക്കെ, എ ക്രോസ് എയിലുള്ള 2 ഓഡേഡ് പെയറുകൾ ഇവിടെ തന്നിട്ടുണ്ടല്ലോ. ഏതൊക്കെയാണ് എ ക്രോസ് എയിലുള്ള 2 ഓഡേഡ് പെയേഴ്സ്? ഒന്ന് -1, 0, വേറൊന്ന് 0, 1. പിന്നെ വേറെ കുറച്ചുണ്ട്, അതറിയില്ല എന്താണ്. ഈ -1 എവിടെ നിന്ന് വന്നതാ? ഈ -1 ആദ്യത്തെ എയിൽ നിന്ന് വന്നതാ. ഈ -1 ആദ്യത്തെ എയിൽ നിന്ന് വന്നതാ. ഇവിടെ -1 നമുക്ക് എഴുതാൻ പറ്റും, ശരിയല്ലേ? ഈ 0യോ ഈ ഓഡേഡ് പേരിൽ ആദ്യം. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ -1 എയിൽ നിന്ന് വന്നതാണെന്ന് പറഞ്ഞല്ലോ. ആദ്യത്തെ എയിൽ നിന്ന് വന്നതാ. ആദ്യത്തെ എ തന്നെയാണല്ലോ രണ്ടാമത്തെയും എ. അപ്പോൾ എയിൽ -1 ആണ്. അപ്പോൾ ഇവിടെ -1 ഞാൻ എഴുതേണ്ടി വരുമല്ലോ. രണ്ടാമത്തതും എ തന്നെയാണല്ലോ. ഇനി ഈ ഓഡേഡ് പേരിൽ 0, 1ൽ 0 എവിടെ നിന്ന് വന്നു? ഈ 0 ആദ്യത്തെ സെറ്റിൽ നിന്ന് വന്നതാ. 0. അപ്പോൾ ഇത് 0. അപ്പോൾ ഇവിടെ ഈ 0 എയിലുണ്ടെങ്കിൽ അതേ 0 തന്നെ ഇവിടെയും വരും, ശരിയല്ലേ? ക്ലിയർ ആയല്ലോ പറഞ്ഞത്? ഇനി ഇവിടെ നോക്കിയേ, എ ക്രോസ് എയിലുള്ള വേറൊരു ആളും കൂടി നോക്കാം. ഈ 1 നോക്കിയേ, ഈ 1 രണ്ടാമത്തെ എയിലുള്ള ആളാണ് അല്ലേ? ശരിയാണല്ലോ. ഈ 1 രണ്ടാമത്തെ എയിലാണ് വരേണ്ടത്. അപ്പോൾ അതുകൊണ്ട് 1 ഇവിടെ എഴുതി. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെയാണ്. അപ്പോൾ 1 അവിടെ ഉണ്ടെങ്കിൽ 1 ഇവിടെയുണ്ട്. അപ്പോൾ എ കിട്ടിക്കഴിഞ്ഞു അല്ലേ? എ എന്ന് പറഞ്ഞാൽ -1, 0, 1 ആണ്. അപ്പോൾ എ ക്രോസ് എയുടെ റിമൈനിങ് എലമെൻറ്റ്സ് നമുക്ക് ഇപ്പോൾ തന്നെ എഴുതി പോകാമല്ലോ അല്ലേ? ശരിയല്ലേ? എ ക്രോസ് എയിൽ ഇനി എഴുതാൻ ബാക്കിയുള്ള ഏതാ? അപ്പോൾ ഇതിങ്ങനെ ഇരിക്കട്ടെ, നമുക്ക് എ ക്രോസ് എ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. നമ്മൾ എങ്ങനെയാണ് ക്രോസ് എടുക്കണമെന്ന് അറിയാമല്ലോ. -1, -1, -1, 0 അല്ലേ? അപ്പോൾ -1, -1, -1, -0, -1, 1 അല്ലേ? ശരിയല്ലേ? പിന്നെ 0, -1, പിന്നെന്താണ് 0, -1, 0, 0, 0, 1, പിന്നെ 1, -1, 1, -1, 1, 0, 1, 1. ഇതാണ് എ ക്രോസ്. ഇത് നോക്കിയിട്ട് റിമൈനിങ് എഴുതിക്കോളല്ലോ. -1, 0യും 0, 1 മാറ്റി നിർത്താം. -1, 0യും 0, 1 മാറ്റി നിർത്താം. ബാക്കിയുള്ളതാണ് റിമൈനിങ് ഓഡേഡ് പെയർ. അത് എഴുതാമല്ലോ അല്ലേ?